ഹലോ ഗൈസ്, ഞങ്ങളുടെ എത്തിയേക്കണത് എവിടെ ഉണ്ട് സ്ഥലം? പരുന്തുംപാറ. അവിടെ എത്തിയേക്കാണ്. ഭയങ്കര വെയില് ഉണ്ട്, പക്ഷെ ആ വെയിലിന് ഭയങ്കര തണുത്ത കാറ്റോടുകൂടി നല്ല സുഗന്ധമുള്ള കാറ്റും. ഹായ് ഹായ്. അമ്മയുടെ ഡാൻസ് ഒക്കെ അധികം വൈകാതെ വീഡിയോ ഇറങ്ങുന്നതാണ്. ഞങ്ങളിതേ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. ഇവിടെ കുറെ കാണാനുണ്ട്, അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. നടക്കാക്കേ ഓ താരം, ഞങ്ങളുടെ താരമാണ് താരം. കെട്ടിട്ട് കൊടുത്തടാ, ആ സൈഡില് കെട്ടി കൊടുക്ക്. ഒരു ഷോളുണ്ട്, അമ്മയുണ്ട്. അതിനാണ് കെട്ട് കെട്ട് കെട്ടെന്നും പറഞ്ഞോണ്ട് പിന്നൊന്നും കുത്തിയിട്ടില്ല ഷോൾ ഇട്ടിട്ട്. അതുകൊണ്ട് ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്. തണുത്ത കാറ്റുണ്ട്. വന്ന സമയേ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ഒരു വൈകുന്നേരമൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് മറ്റം വരെ നമ്മ പോണം. എന്നാലാണ് നമുക്ക് ഇതിന്റെ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഹാൻഡ് ബാഗ് ഉണ്ട. അമ്മേ ഹാൻഡ് ബാഗ് കിട്ടുന്നപ്പോ നടക്കുന്നത്. ഓർഡർ നോക്കിയേ. ഇവിടെ പാറയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ സുബിയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് പാറയുടെ അടുത്ത് പോവാന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞങ്ങളും പോവാണ്. കൊറേ അവനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ നടന്നുപോയി. എനിക്ക് അമ്മ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ നടക്കാൻ പറ്റില്ല, പയ്യെ പയ്യെ നടക്കാൻ പറ്റുള്ളൂ. അവൻ അവന്റെ കൂട്ടുകാരന്റെ ഒപ്പം പോയി. അവര് പോണണ്ട. നമ്മള് അറ്റത്തേക്ക് പോയാണ്. അവിടെ നല്ല കിറ്റിലെ വ്യൂ കിട്ടുന്നുണ്ട്. കിറ്റിലെ വ്യൂ കിട്ടുന്ന നമ്മൾ സ്ഥലത്തേക്ക് പോയാണ്. പക്ഷെ ഇപ്പൊ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ വ്യൂ കിട്ടാത്തത്. പക്ഷെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മള് ഇതിന്റെ താഴത്തേക്ക് അന്ന് ഇറങ്ങി. അഡ്വഞ്ചർ ആയിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത്. എങ്ങനെ ഇറങ്ങിയതെന്ന് പറഞ്ഞേ? മൊത്തം ടാസ്കിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്. എല്ലാരും ഉൾപ്പെടുത്താം. ആണോ? ഇതിന്റെ വ്യൂ നമ്മ കാണിച്ചു തരാട്ടാ. ഓക്കെ, ഇത് മനോഹരമായിട്ടാണ്. ഇതിനകത്തേക്ക് കയറി വരാനായിട്ട് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടേക്ക്. നമുക്ക് ഇറങ്ങി പോവാനായിട്ട് സിമ്പിളായിരുന്നു. ഇതിനകത്തേക്ക് കയറി പോവാനായിട്ടാണ് നമുക്ക് പാട്. അതായത് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് കയറി പോകില്ല, ഭയങ്കര ടാസ്ക്കാണ്. കാണുമ്പോൾ ഒരു ചെറിയ മലയായിട്ടാണ് നമുക്ക് തോന്നണത്. പക്ഷേ ഇത് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹം ഒരു സ്ലിപ്പ്. ഞാൻ ചെരുപ്പായതുകൊണ്ട് എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഷൂ ഒക്കെ ഇടണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടാസ്ക്കായിട്ട് കയറുന്നുണ്ട്, പക്ഷേ റിസ്ക് ആയിരുന്നത്. ആവശ്യമായി പോയി. അറ്റം വരെയും പോയിട്ട് പോവാൻ സിമ്പിളായിരുന്നു, വരാനായിട്ട് പറ്റണ്ടായിരുന്നില്ല. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയി തുടങ്ങി, കോട നൈസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അണപ്പേ കയറി വന്നതിൻ്റെയാണ്. അറ്റത്തേക്കാണ് ഞങ്ങൾ പോയത്. അതിന് മുകളിൽ
അറ്റത്തൊരാൾക്കുണ്ട്, അതുപോലെ ഞങ്ങൾ പോയി നിന്നാണ്. നമ്മ ഈ വഴി കൂടി ഇങ്ങനെ പോയി ലാസ്റ്റ് വരെ നമ്മ പോയി. എന്താ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് ഞങ്ങളോട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരാണ് ഇത് അവിടെ ഇരിക്കുന്നത്. ഞാനേ അത്രയും ദൂരം അങ്ങോട്ട് പോയല്ല, കണ്ണിൽ ഇരുട്ടേറി പോണു. എനിക്ക് അങ്ങനെ കണ്ടില്ലട്ടോ ഇരുട്ടേറി പോണു അത്ര ദൂരം അങ്ങോട്ട് പോയിട്ട്. അതും ചെരുപ്പാണ് ഇട്ടത്. എന്താ ഈ ചെരുപ്പ് ഇട്ടിട്ടാണ് അവിടെ വരെ പോയത്. അതുകൊണ്ട് കാല് തളർന്നു പോയി, തളർന്നു. ഇപ്പൊ കണ്ടിട്ട് ഇരുട്ടേറിയിരിക്കാനാണ്, അങ്ങനെയാണ് വീഡിയോ ചെയ്യണത്. അപ്പൊ അവിടെ വെച്ച് തളർ കണ്ടിരുന്ന ബാക്കി ഇവിടെ കൊണ്ട് കുഴപ്പമില്ല. ആള് ശരിക്കും അണച്ചു പോയി. വേണ്ട, അതാ അവിടേക്കാണ് പോയത് ആള്. അവിടെ ഏതൊരു കുന്നുണ്ട്, ആ കുന്നിന്റെ മേലെ ടോപ്പില് പോയെന്ന് പറയണ്ടായിരുന്നു. ആള് തലറങ്ങി ഇതായിട്ടിരിക്കാണ്. അപ്പൊ കണ്ണില് മുടി വന്നിട്ട് അത് കാറ്റടിച്ചിട്ട് കണ്ണിന് വെള്ളം വന്നി. കണ്ട, കണ്ണിലിരിട്ടേറിട്ട് മേലോട്ട് കയറാൻ പറ്റണില്ല. അവിടെ റെസ്റ്റ് എടുക്കാണ്. വെള്ളമൊന്നുമില്ല ഇവിടെ കയ്യില്. അമ്മയാണെങ്കിൽ അവിടെ ഇരിക്കാണ്. എന്റെ കണ്ണിന്നാണെങ്കിൽ ഇത് ആളിതേ കിടന്ന് തല ഇതാവണെന്ന്, കണ്ണിലിരുട്ട് കയറണമെന്ന്. എന്നിട്ട് ആളിതേ അവിടെ കിടന്ന് കുറച്ചുനേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ആളെയും കൊണ്ട് മേലോട്ട് കൊണ്ടുപോകണം, പൊക്കത്തോട്ട് കയറ്റി കൊണ്ടുപോകണം. കഴിഞ്ഞാൽ തളർന്നു, കണ്ണിലിരുട്ടേറി ഉണ്ടാവും. ആള് ടയേർഡായി, ആള് കിടപ്പായി. ഇനി ഇവിടെ നിന്ന് മേലോട്ട് കയറാൻ പറ്റണില്ല. അതുകൊണ്ട് കണ്ണിലിരുട്ടേറിയതുകൊണ്ട് ആള് കിടപ്പായി. അതേ കണ്ണൊക്കെ കാറ്റുകൊണ്ട് വളരെ കുറച്ചേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മ അവിടെ കൊണ്ട് മേലെ വിളിക്കണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞ് പോവേന്ന് പറയണ്ടായിരുന്നു. ഭയങ്കര കാറ്റാണ്, ടയേർഡായി പോയി. വേറെ അവിടേക്ക് പോയി അവിടെ വെച്ച് തളർന്ന ഞാൻ പറയും. കണ്ടതേ നല്ല വെയില് വന്നു. പക്ഷെ വെയില് വന്നിട്ടും ഭയങ്കര കാറ്റാണ്, തണുത്ത കാറ്റാണ്. ഞാൻ ഫുള്ള് റൗണ്ട് അടിച്ച് കാണിച്ചു തരാട്ടോ. കുറച്ചേരെ ഞാൻ ഒന്ന് കിടന്നപ്പോ ഇപ്പൊ ശരിയായി. ഞാൻ എഴുന്നേറ്റ്, വായൊക്കെ ഫുള്ള് ഡ്രൈ ആയി പോന്നു. ബിപി ലോ ആയെന്ന് തോന്നണേ. പിന്നെ മുകളിലോട്ട് കയറി ഇനി വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കണം. ഒരാളെ കൈ പിടിച്ചുകൊണ്ട് പോവാണ്. നോക്ക്, നമ്മ കാത്തുന്ന സാധനത്തി കോടതി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കോട വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മ നൈസായിട്ട് ഇപ്പൊ ഇവിടുന്ന് പോവും. നമ്മ വേണ്ട, ഇവിടെ നൈസായിട്ട് ഇങ്ങനെ കിട്ടിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.